ഈ ആയുധം കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, BJP-യുമായിട്ടുള്ള ബന്ധം, BJP-യുമായിട്ടുള്ള ബന്ധം എന്ന് ആക്ഷേപിച്ചാൽ എനിക്കെന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഞാൻ ചോദിക്കുന്ന ബാലിശമല്ലേ ആ അഭിപ്രായങ്ങൾ? BJP-നകത്ത് എന്തെങ്കിലും പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പോകാത്ത എന്നെക്കുറിച്ച് BJP പോകും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആഹ്ലാദിക്കുന്നത് നിങ്ങൾക്ക് തലക്ക് വെട്ട്. എനിക്കെന്താ? ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ എന്തെങ്കിലും വസതി ഉണ്ടായിട്ടല്ലല്ലോ CPM-കാരോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ അത് പറയുന്നത്. അവർക്കൊരാശ്വാസം എന്നെ കൊണ്ട് BJP-ആണെന്ന് പറഞ്ഞുകൊണ്ടെന്താ അവർക്ക് നേട്ടം? BJP പോകണമെന്ന് ഞാൻ നേരത്തെ പറയുന്നത്, BJP പോകുക, കോൺഗ്രസിൽ നിൽക്കണോ BJP പോകണോ, എൻ്റെ ചിന്തയല്ലേ അത്, എൻ്റെ തീരുമാനമല്ലേ. കുട്ടിപ്രായം മുതൽ 9 വയസ്സ് മുതൽ കൊടിയെടുത്ത് കോൺഗ്രസിന് വേണ്ടി സിന്ദാബാദും വിളിച്ച് കുട്ടികളെയും സംഘടിപ്പിച്ച് ആ നാട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ എന്നെ BJP-യിലേക്ക് പോകുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ആ നാവ് ഉൾക്കൊള്ളുന്ന ശരീരത്തിന് മനസ്സ് ബാലൻസ് ഇല്ലാത്തവരാ, മനസ്സിന് ബാലൻസ് ഇല്ലാത്തവരാ. അല്ലാണ്ട് ബുദ്ധിയുള്ളവരും സ്ഥിരബുദ്ധിയുള്ളവർ ആരും അത് പറയില്ല. എവിടെയെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ പറഞ്ഞത്? ഞാൻ BJP-യിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കുറേ സ്ഥലത്ത് അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. എവിടെയാണ് ഞാൻ പോകുമെന്ന് പറഞ്ഞത്? BJP എൻ്റെ കുട്ടിക്കാലം മുതലേ BJP എൻ്റെ ശത്രുവാണ്. എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് BJP-യുടെ RSS-ൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ടില്ലല്ലോ. എത്രയോ കുട്ടികൾ പോയിരിക്കുന്നു, ഞാൻ പോയില്ലല്ലോ. അന്നും ഇന്നും അത് ചിന്തിക്കാത്ത എന്നെ BJP എന്ന് പറഞ്ഞ് കുത്തി ഇളക്കുന്നത് നിങ്ങൾക്ക് വേറെ ഒരു കുന്തം കിട്ടാത്ത കൊണ്ടല്ലേ? എനിക്കെതിരെ പറയാനുള്ളൊരു അലിഗേഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും അപമാനിക്കാൻ, ഇൻസൾട്ട് ചെയ്യാൻ, എൻ്റെ വ്യക്തിത്വം ഹേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എടുത്തൊരു ആയുധം അതാണ് നിങ്ങളുടെ BJP-യുടെ ഭാഷ. പക്ഷെ കണ്ണൂരിലെ CPM നേതൃത്വത്തെ ഇതൊക്കെ പറയുമ്പോഴും അങ്ങനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ആർക്ക് ഡിഫെൻഡ് ചെയ്യാൻ? അങ്ങേക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? എവിടെയാണ് ഞാൻ ഡിഫെൻഡ് ചെയ്യാതെ പോയത്? CPM അല്ല, BJP അല്ല, ഏത് പാർട്ടി വന്നാലും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. എനിക്കൊന്നും ഭയപ്പെടാനും ആശങ്കപ്പെടാനുമില്ല. ഞാൻ വളരെ ഫെയറായി ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും ഞാൻ പച്ചയായി ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നെ അങ്ങനെ ഒന്നും കൊടുക്കാൻ ഒരു പാർട്ടിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നും ആയുധമെടുത്ത് അതിനുവേണ്ടി തിരക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് ബാക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ.